ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ലൂക്കയുടെ സുവിശേഷം 1-ാം അധ്യായം 5 മുതൽ 25 വരെയുള്ള തിരുവചനങ്ങൾ. ആരാധന ക്രമവത്സരത്തിലെ ആദ്യ കാലഘട്ടം മംഗളവാർത്ത കാലമെന്നാണ് സീറോ മലബാർ റീത്തിൽ വിശേഷിപ്പിക്കുന്നത്. സകല ജനങ്ങൾക്കും സന്തോഷത്തിൻ്റെ മുന്നറിയിപ്പുമായി രക്ഷകൻ്റെ വരവിനെക്കുറിച്ച് പറയുന്ന അല്ലെങ്കിൽ ധ്യാന വിഷയമാക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ മംഗളവാർത്ത കാലം എന്ന് പറയുക. മംഗളവാർത്ത കാലഘട്ടത്തിലെ 1-ാമത്തെ ഞായറാഴ്ച രക്ഷകൻ്റെ മുന്നോടിയായി കടന്നു വരുന്ന സ്നാപക യോഹന്നാൻ്റെ ജനനത്തെക്കുറിച്ചുള്ള അറിയിപ്പാണ്. ഈ സുവിശേഷ ഭാഗത്ത് നമുക്കൊരു ഫാമിലിയെ കാണാനായിട്ട് പറ്റും. സക്കറിയ എലിസബത്ത് എന്ന് പറയുന്ന അവരുടെ കുടുംബം. ഈ കുടുംബത്തിൽ അബിയായുടെ ഗണത്തിൽപ്പെട്ട പുരോഹിതനാണ് സക്കറിയ. ലേവ്യ പൗരോഹിത്യത്തെ 24 ഗണങ്ങളായിട്ട് തിരിച്ചിരുന്നു. അതിൽ ഒരു ഗണമാണ് ഈ അബിയായുടെ ഗണം എന്ന് പറയുക. 1 ദിനവൃത്താന്തം 24-ാം അധ്യായം 7 മുതൽ 19 വരെയുള്ള തിരുവചനങ്ങളിൽ നമുക്കിത് കാണുവാനായിട്ട് സാധിക്കും. ഓരോ ഗണത്തിലും ആ പുരോഹിതന്മാർക്ക് കർത്താവിൻ്റെ അൾത്താരയിൽ ബലിയർപ്പിക്കുവാനുള്ള ചാൻസ് അതൊരു ഓർഡർ അനുസരിച്ചാണ് കടന്നു വരിക. അപ്പോൾ അബിയായുടെ ഗണത്തിൽപ്പെട്ടവർ വരുമ്പോൾ തീർച്ചയായിട്ടും ലോട്ടിട്ടിട്ടാണ് അവരെല്ലാവരെയും തിരഞ്ഞെടുക്കുക. ഒരു ഗണത്തിൽ ഏകദേശം 10,000 പുരോഹിതന്മാരുണ്ടാകും. അതിൽ ഈ 10,000-ൽപ്പെട്ട ഒരാളാണ് ഈ സക്രിയ എന്ന് പറയുന്ന ആൾ. ഈ സക്രിയ എന്ന് പറയുന്ന ആൾ 613 നിയമങ്ങൾ പാലിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. 10 കൽപ്പനകൾ കൂടാതെ തന്നെ ഈ 613 നിയമങ്ങൾ സ്വന്തം ഹൃദയം കൊണ്ട് പാലിച്ചിരുന്ന വ്യക്തിയാണ് ഈ സക്രിയ പുരോഹിതൻ. സക്രിയയുടെ ജീവിതത്തിൽ ആത്മാർത്ഥമായിട്ട് ദൈവത്തിന് ശുശ്രൂഷ ചെയ്യുവാനായിട്ട് കടന്നു വന്ന വ്യക്തിയാണ് സക്രിയ. ദൈവത്തിന് ശുശ്രൂഷ ചെയ്തപ്പോൾ അവൻ്റെ ജീവിതത്തിൽ അവന് കിട്ടിയത് അവൻ ഒരിക്കൽ പോലും സ്വപ്നം കാണാത്ത ഒരു അത്ഭുതം. നമ്മൾ കർത്താവിന് വേണ്ടി ജോലി ചെയ്യുവാനായിട്ട് തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും കർത്താവ് നമ്മെ കാക്കും എന്ന് ഈ സക്രിയ പുരോഹിതൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. സക്രിയയുടെ അടുത്ത് ഈ മാലാഖ വന്നിട്ട് പറയുന്നുണ്ട്, ഭയപ്പെടേണ്ട എന്ന്, ഡോണ്ട് വെറി എന്ന് പറയുന്നുണ്ട്. ഈ ഭയപ്പെടേണ്ട എന്ന വാക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ 365 പ്രാവശ്യം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം നമ്മുടെ ജീവിതത്തിൽ ഒരു വർഷത്തിൽ 365 ദിവസത്തിൽ ഈ 365 ദിവസവും നീ ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്ന് കർത്താവ് തന്നെ നമ്മളോട് പറഞ്ഞു വയ്ക്കുകയാണ്. ഈ സുവിശേഷ ഭാഗം നമ്മളോട് പറഞ്ഞു തരുന്നൊരു കാര്യമുണ്ട്, പ്രതീക്ഷ അതൊരിക്കലും കൈവിട്ട് പോകരുതെന്ന്. ഹോപ്പ് എപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ വേണം. കാരണം 90 വയസ്സായപ്പോഴാണ് അബ്രഹാത്തിന് മക്കളുണ്ടായത്. 40 വർഷമാണ് ഇസ്രായേൽ ജനം മരുഭൂമിയിലൂടെ നടന്നപ്പോൾ അവർക്ക് അവസാനം കാനാൻ ദേശം കിട്ടിയത്. 38 വർഷമാണ് ആ കുളക്കടവയിൽ ആ രോഗി കിടന്നത്. ഇവരുടെയൊക്കെ ജീവിതത്തിൽ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു പോയപ്പോൾ അവിടെ പ്രതീക്ഷയുടെ പുത്തൻ വെളിച്ചവുമായിട്ട് കടന്നു വന്നവനായിരുന്നു കർത്താവ്. നമ്മുടെയൊക്കെ ലൈഫിൽ പ്രതീക്ഷകൾ എവിടെയെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ സുവിശേഷ ഭാഗം നമ്മളോട് പറഞ്ഞു വയ്ക്കുക, പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു പോകരുത്. കാരണം എന്തും തരാനും എന്തും പ്രാവർത്തികമാക്കുവാനും ശക്തിയുള്ള ഒരു കർത്താവുണ്ട് നമ്മുടെ കൂടെ. അതുകൊണ്ട് ഒരിക്കലും ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്ന് ഈ സുവിശേഷ ഭാഗം പറഞ്ഞു വയ്ക്കുകയാണ്. സക്രിയയ്ക്ക് ഉണ്ടാകാൻ പോകുന്ന യോഹന്നാൻ എന്ന മകനെക്കുറിച്ച് മുൻപേ തന്നെ ഇവിടെ ഗബ്രിയേൽ മാലാഖ വന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. തികച്ചും ഏതൊരപ്പനും കേട്ടാൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ട ഒരു വചനമാണ്. പക്ഷേ ഇവിടെ സക്രിയ മാനുഷിക ബുദ്ധി കൊണ്ട് ചോദിക്കുകയാണ്, ഇതെങ്ങനെ സംഭവിക്കുമെന്ന്, അല്ലെങ്കിൽ ഇതെങ്ങനെ നടക്കുമെന്ന് ചോദിക്കുന്നുണ്ട്. അതിന് മറുപടി ഗബ്രിയേൽ മാലാഖ പറയുക, നീ ഇത് കാണുന്നത് വരെ മൂകനായിരിക്കും എന്ന് പറയുകയാണ്. ചുരുക്കത്തിൽ ഇത്രയും കാര്യങ്ങൾ ഈ ഗബ്രിയേൽ മാലാഖ വന്ന് സക്രിയയോട് പറഞ്ഞിട്ടും അവിടെ സക്രിയയ്ക്ക് ഒരു ഡൗട്ട് വരാണ്, ഇത് സത്യമാണോ എന്ന്. പഴയ കാലത്തെ എല്ലാ കഥകളും എല്ലാം സക്രിയ കേട്ടിട്ടുള്ളതാണ്. അബ്രഹാത്തിൻ്റെ ആയാലും മറ്റുള്ളവരെല്ലാവരുടെയും കഥകളും കാര്യങ്ങളും എല്ലാം സക്രിയ കേട്ടിട്ടുള്ളതാണ്. എന്നിട്ടും സക്രിയയ്ക്ക് ഒരു ഡൗട്ട് വന്ന്. അതുകൊണ്ടാണ് ഇവിടെ ഗബ്രിയേൽ മാലാഖ പറയുക, നീ ഇത് കാണുന്നത് വരെ ഒരു മൂകനായിരിക്കുമെന്ന് പറയുക. അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളൊക്കെ പ്രാർത്ഥിക്കേണ്ടത് ഈ ഗബ്രിയേൽ മാലാഖ വന്ന് സക്രിയയോട് പറഞ്ഞ ആ വാക്കാണ്, അല്ലെങ്കിൽ ആ വചനങ്ങളാണ്. തൻ്റെ മക്കളെ ഓർത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കാനായിട്ട് പറ്റും. നമ്മളെ മക്കൾ ഇങ്ങനെ ആയിരിക്കണം എന്ന് വേണം പറഞ്ഞ് പ്രാർത്ഥിക്കാനായിട്ട്. അങ്ങനെ ആകുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ മക്കൾ വഴി ഒരുപാട് അനുഗ്രഹങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ടാവും. ദൈവം അനുഗ്രഹിക്കട്ടെ.